സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആണ് കാണിച്ചു തരാൻ പോണത്. ഇത് കണ്ടിട്ട് മനസ്സലിയാത്തവർ, അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണീര് വന്ന് രോമാഞ്ചം വരാത്തവർ മനസ്സിൽ തീരെ സ്നേഹമില്ലാത്തവരാണ്. ഇതാണ് നേതാവ്, ഇങ്ങനെയാവണം നേതാവ്. ഇതുപോലത്തെ ഒരു നേതാവ് ലോകത്ത് വേറില്ല. നമ്മളെ വിഷയം അതല്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണിന് മെസ്സേജ് അയച്ച് ഇതെല്ലാം വമ്പ ചർച്ച. നമ്മൾ ചർച്ചയാക്കേണ്ട വിഷയം അത് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ചർച്ചയാക്കേണ്ട വിഷയം വോട്ട് കൊള്ള, ഭയങ്കര വോട്ട് കൊള്ളയിലൂടെ അധികാരം നേടി ഒരു പാർട്ടി ഭരിക്കുന്നു. അത് 2 ദിവസം ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ചിട്ട് ഇനി വേറൊരു ചർച്ചയ്ക്കാണ് വന്നിന്. നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടത്താൽ അപ്പം വരും ഈ പെണ്ണിനെ പീഡിപ്പിച്ച്, ആ പെണ്ണിനെ ശല്യം ചെയ്ത്. ഇത് പെണ്ണിൻ്റെ വിഷയമല്ല. ഇലക്ഷൻ ആകുമ്പോൾ പെണ്ണല്ല ചർച്ച ചെയ്യേണ്ടി, പെണ്ണിനെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെല്ലാം വികസനങ്ങൾ ഞങ്ങൾ ചെയ്ത്, ഇപ്പോൾ ഭരിക്കണ പാർട്ടിയെങ്കിൽ ഞങ്ങൾ ഇത് കൊടുന്ന്, ഞങ്ങൾ ഈ വികസനം കൊടുന്ന്, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വിലക്കയറ്റം ഞങ്ങൾ ഇത്ര കുറച്ച്, ഞങ്ങളിതാ ഒരു വമ്പം വിലക്കമ്മിയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വോട്ട് ചോദിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊടുന്നിട്ട് ഇവൻ അയാൾക്ക് മെസ്സേജ് അയച്ച്, അവൾ ഇവനെ പീഡിപ്പിച്ച്, ഇത് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വിശപ്പ് മാറില്ല? നമ്മളെ പെരയിൽ കഞ്ഞി വേവണമെങ്കിൽ സാധനത്തിന് വില കുറയണം. പണ്ടൊരാൾ പറഞ്ഞിന്, ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഞങ്ങൾ വിമാനത്താവളം കൊണ്ടുവരുന്നു. വിമാനത്താവളം കൊടുന്നാൽ എങ്ങനെ നമ്മളെ പള്ളയപ്പ് മാറില്ല? നമ്മളെ വിശപ്പ് മാറില്ല? നമ്മളെ വിശപ്പ് മാറണമെങ്കിൽ വിലക്കയറ്റം ഇല്ലാതിരിക്കണം. ഇവിടെ കേരളത്തിൽ വികസനങ്ങളെല്ലാം ഇപ്പം വന്നിന്. പല വികസനങ്ങൾ അതാത് പാർട്ടികൾ മാറി മാറി ഭരിക്കും. അതാത് കാലത്തുള്ള വികസനങ്ങൾ വന്നിന്. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ, ഇത് കഴിഞ്ഞിട്ട് പിണറായി സർക്കാർ 10 വർഷമായി. പല റോഡുകളും പാലങ്ങളും വികസനങ്ങൾ വന്നിന്. വികസനങ്ങൾ വന്നിട്ടില്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥ വികസനം വിലക്കയറ്റം ഇല്ലാതിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റുള്ള സംസ്ഥാനം കേരളമാണ്. നമ്മൾ ഒരു വീട് എടുക്കുമ്പോൾ 1000-1500 സ്ക്വയർ ഫീറ്റ് വീട്, അല്ലെ അതിൻ്റെ മുകളിലേക്കുള്ള വീട് എടുക്കുമ്പോൾ ആദ്യം പെർമിഷൻ കിട്ടാൻ 400 രൂപ പഞ്ചായത്തിൽ അടിച്ചാൽ മതി. ഇപ്പോൾ അത് 20-30 ഇരട്ടിയാക്കി. മറ്റേ പഞ്ചായത്തിലാണെങ്കിൽ 8000, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 16000, കോർപ്പറേഷനാണെങ്കിൽ 22,000 രൂപ നമ്മൾ പെർമിഷനിക്ക് മാത്രം അടക്കണം. ഇതൊന്നും ചർച്ചയില്ല. ഇലക്ഷൻ ആകുമ്പോൾ കേരളത്തിൽ ഒരു മര്യാദയെങ്കിലും പെണ്ണിനായിട്ട് വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ പാവം മരിച്ചുപോയി ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എന്ന് പറഞ്ഞ പെണ്ണിനെ കൊടുന്ന്. ഇപ്പോൾ കോടതി കണ്ടെത്തിന് ഒരു കേസുമില്ല, ഉമ്മൻചാണ്ടി നിരപരാധിയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷനിലും മറുപക്ഷം ജയിച്ച് ഇപ്പോൾ 10 വർഷമായി അവരെന്നെ ഭരിക്കണം. ഇലക്ഷനിൽ ഈ നെറികെട്ട പരിപാടി ചെയ്യരുത്. ഇലക്ഷനാകുമ്പോൾ പെണ്ണിനെ വെച്ചിട്ടുള്ള അത് ആണും പെണ്ണും കെട്ട സ്വഭാവമാണ്. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ കാണിക്കുക, അതെല്ലാണ് ആണത്തുള്ള പരിപാടി. പിന്നെ ഈ പെണ്ണിൻ്റെ കേസ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ഇപ്പോൾ CPM-മാരാണെങ്കിൽ അവരിതിൽ എത്ര പേര് പെണ്ണ് കേസിൽ കുടുങ്ങി. നടൻ മുകേഷ് MLA, ഗണേഷ് കുമാർ, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്, അങ്ങനെ എണ്ണിയാ തീരാത്ത ആളുകൾ സ്ത്രീ പീഡന കേസിൽ, അതും ബലാത്സംഗം ചെയ്ത ഒറിജിനൽ തെളിവുള്ള കേസുകളാണ്. അവരൊന്നും രാജിവെച്ചിട്ടില്ല ഇതുവരെ. അവർ ചെയ്തതൊക്കെ നെറികേടാണ്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചെങ്കിൽ തന്നെ അതിപ്പോഴതാ ഒരു കേസുമില്ല. അതിപ്പോൾ കണ്ടെത്തിന് പോലീസ് ഒരു കേസും എടുത്തിട്ടില്ല, ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് നമ്മൾ ആളുകളോട് പറയാനുള്ളത്, ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച പാടെ
നമ്മൾ അയാളെ എതിരെ ബാഡ് കമൻറ്റോ അയാൾക്കെതിരെ തിരിയരുത്. സത്യം എന്താണെന്ന് ബോധ്യപ്പെടുന്നത് വരെ. ഇത് സോഷ്യൽ മീഡിയൻ്റെ കാലമാണ്. ആർക്ക് ആരെ വേണമെങ്കിലും കരുവാരി തേക്കാം. അതിന് ഉദാഹരണങ്ങൾ കുറേ നമ്മളെ മുന്നിലുണ്ട്. എനിക്ക് ഒരാളെ ദേഷ്യമുണ്ടെങ്കിൽ അയാൾക്കെതിരെ എനിക്ക് പരാതി കൊടുത്താൽ എൻ്റെ പേരിൽ കേസായി. അതിൻ്റെ പേരിൽ അയാളെ നമ്മൾ ക്രൂശിക്കരുത്. അയാൾ നിരപരാധിയാണോ തെറ്റ് ചെയ്ത ആളാണോ എന്ന് നമ്മൾ തെളിയുന്നത് വരെ. പിന്നെ വേറെ ഒന്ന് പറയാൻ, നമ്മൾ കേന്ദ്രത്തിൻ്റെ കാര്യമാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്താൽ പശു, രാമക്ഷേത്രം, പാകിസ്ഥാൻ, ഭീകരാക്രമണം, ഇത് പറഞ്ഞാൽ വോട്ട്. 50 രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ് അത് തന്നിട്ടില്ല. 10 ലക്ഷം എല്ലാവരുടെ അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞ് ഇവർ ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന ടീം BJP. ആർക്കെങ്കിലും വന്ന് ഒന്നും വന്നില്ല. അതൊന്നും ചർച്ചയില്ല. പശു, രാമന്, മുസ്ലിം വിരോധം, പാകിസ്ഥാൻ, ഇത് 4 പറഞ്ഞാൽ അവർക്ക് വോട്ടായി. ഹിന്ദുക്കളെ രക്ഷകരാണ് ഞങ്ങളെന്ന് പറഞ്ഞ് നടക്കണ ഇവർ അധികാരത്തിലേറിയിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദുവിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിരുന്നു. 65 രൂപൻ്റെ പെട്രോള് 120 ആക്കി, 350 റുപ്യൻ്റെ ഗ്യാസ് 1000 റുപ്യാക്കി. അത് ഹിന്ദുക്കൾക്ക് 50ഉം മുസ്ലിങ്ങൾക്ക് 100 എല്ലാ മതക്കാരും അതേ റേറ്റ് തന്നെ കൊടുക്കണം. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ആരാണോ നല്ലത് ചെയ്യണത് അവർ നമ്മൾ ജയിപ്പിച്ചാൽ മതി. ഇത്രയും വലിയ വിഡ്ഢികൾ ഇന്ത്യയിലല്ലാതെ വേറെ ലോകത്തില്ല, ഇത്രയും വലിയ പൊണ്ണന്മാർ. അതുപോലെ പറയാനുള്ളത്, കേന്ദ്രവും കേരളവും വളരെയധികം വിലക്കയറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിൽ ലോകത്തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളിന് വിലയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന നേപ്പാളിൽ പെട്രോൾ ലിറ്ററിന് വേറെ 50 ഉറുപ്പിക. നമ്മളോട് 110-120 രൂപ. ഇത് എവിടുത്തെ പരിപാടിയാണിത്? ഇത് അവർ എന്താണെന്ന് പറയുക, 47 രൂപക്ക് നമുക്ക് കമ്പനി പെട്രോൾ തരുന്നു, ക്രൂഡ് ഓയിൽ തരുന്നു. ഇവർ ഈ 47 രൂപ 120-110 ആവാൻ കാരണം 30 ചില്ലാനം രൂപ കേന്ദ്രവും 24-30 രൂപയോളം കേരളവും നികുതി എടുത്തതുകൊണ്ടാണ് ഇത്രയും വലിയ തുക നമ്മൾ പെട്രോളും ഡീസലിനും കൊടുക്കണേ. ആദ്യം UPA സർക്കാരിൻ്റെ കാലത്ത് പെട്രോളിന് 8 രൂപയും ഡീസലിന് 2 രൂപയുമാണ് നികുതി നമ്മളിൽ ഈടാക്കിന്. അതിൻ്റെ ഫലമായി നമുക്ക് 65-നും 60-65-നും പെട്രോൾ കിട്ടി. അതേ ക്രൂഡ് ഓയിൽ ഇപ്പം നികുതി ഇവർ കേരളം 24-30ഓളം രൂപയും 30-35ഓളം കേന്ദ്രവും ഈടാക്കുന്നത് കൊണ്ടാണ് പെട്രോള് നമുക്ക് വളരെ വില കൂടുതൽ കൊടുക്കണം. അതേപോലെ ഇപ്പോൾ നമ്മളെ വെളിച്ചെണ്ണക്കിന് 400 രൂപ. എവിടെയും തേങ്ങ ഇല്ലാതെ തേങ്ങ കമ്മിയോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതെന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. വെളിച്ചെണ്ണക്ക് ഇത്രയും വില കൂടാൻ എന്തൊരു സാധനമായാലും 500 രൂപ 800 രൂപ കൂടിയാൽ 1000 രൂപക്ക് പണിയെടുക്കണ സാധാരണക്കാരനിക്ക് ഒരു ദിവസം തള്ളി നീക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മളെ നാട്ടിലുള്ളത്. ഇത് എനിക്ക് മാത്രമല്ല നമ്മുടെ സാധാരണക്കാർക്കൊക്കെ അനുഭവപ്പെടും. നമ്മൾ 500 രൂപട്ട് ഒരു പുറത്തേക്ക് ഇറങ്ങി ഒരു കടയിൽ പോയി സാധനം വാങ്ങിയാൽ 500 രൂപ പോണ വഴി കാണില്ല. അത്രയ്ക്ക് വിലയാണ് സാധനങ്ങൾക്കെല്ലാം. അന്നേരം ഇനി നമ്മൾ ഇലക്ഷൻ വരുമ്പോഴൊക്കെ ചർച്ച ചെയ്യേണ്ടത് നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഈ പെൺകുട്ടികളെ ശല്യം ചെയ്യലും പീഡിപ്പിക്കലൊക്കെ കേസ് തന്നെ, അത് അവരാരെ എല്ലാ പാർട്ടിയിലുണ്ടാവും അതേമാതിരത്തെ ആൾക്കാർ. അത് അവരാരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. യുവാക്കളാകുമ്പോൾ പങ്കെടുക്കുന്ന മെസ്സേജ് ഇതെല്ലാം അയക്കും. അത് എന്ന് വെച്ചിട്ട് ആ പാർട്ടികളെ മൊത്തം അടിച്ചാക്ഷേപിക്കാതെ ഒരു പാർട്ടി ചെയ്യുമ്പോൾ മാത്രം തെറ്റും മറ്റേ പാർട്ടി ചെയ്യുമ്പോൾ ശരിയാവരുത്. എല്ലാവരും ചെയ്യുമ്പോഴും അത് തെറ്റ് തന്നെ. CPM തന്നെ ഭരിക്കണ ഇതിൽ മന്ത്രിമാരും MLA കഴിഞ്ഞ ഭരണത്തിലെ മന്ത്രിമാർ MLA ഈ പീഡനങ്ങളിൽ വളരെ തെളിവ് സഹിതം ബലാത്സംഗ കേസുകളും കുടുങ്ങിയവരാണ്. അത് അവർക്കെതിരെ അളവുകോല് വെച്ച് ഞങ്ങൾ പരിശോധിക്കട്ടെ, ഞങ്ങൾ തീവ്രത പരിശോധിക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് നടപടിയെടുക്കാത്തവർ മറു പാർട്ടിക്കാർ ചെയ്യുമ്പോൾ രാജിവെക്ക് എന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായം? നിങ്ങളെ പാർട്ടിയിലുള്ളവർക്കെതിരെ നടപടി എടുക്കണം ആദ്യം. എന്നിട്ട്
മറ്റു പാർട്ടിക്കാർക്കെതിരെ സമരം ചെയ്താൽ അതിനൊരു ന്യായമുണ്ട്. ഇപ്പോൾ മുകേഷ്, ഗണേഷ് കുമാർ ഇവരൊക്കെ പീഡനങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഈ DYFIയിൽ ഇപ്പോൾ സമരം ചെയ്യണം. അവരൊക്കെ എവിടെ അതിന്? അന്നേരം എല്ലാവരും തെറ്റ് ചെയ്താലും അവർക്കെതിരെ സമരം ചെയ്യണം. അതാണ് യുവ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത്. ഇത് രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും യുവമോർച്ച ഏതായാലും അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നവർ ഇത് ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.